ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ, പുൽത്തൊട്ടി അറിയുന്നല്ലോ എൻ ജനമറിയുന്നില്ല. കാള തന്റെ ഉടയവനെ, കഴുത തന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ എൻ ജനമറിയുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. ഹിയർ ആർ മൈ ലോർഡ്, സെൻഡ് മീ. അടിയനിതാ, അടിയനെ അയക്കണമേ. യെശയ്യാ പ്രവാചന പുസ്തകം 6-ാം അധ്യായം 8-ാം തിരുവചനം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട്, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സഹായിച്ചതിനായി സ്തോത്രം. ആത്മാവാം ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. അവിടുന്ന് ഈ വചനഭാഗം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണം. അപ്രകാരം അങ്ങ് ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അടിയനിതാ, അടിയനെ അയക്കണമേ. യെശയ്യാ പ്രവാചകൻ ഉണ്ടായ ദർശനം നമുക്ക് വലിയ പാഠങ്ങളാണ് നൽകുന്നത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് പ്രവാചക ദൗത്യം നടത്തിയ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. വളരെയധികം കുടുംബ മഹിമയും പാരമ്പര്യവും വിശിഷ്ട ഗുണങ്ങളും ഉള്ള വ്യക്തിയായിരുന്നു യെശയ്യാവ്. തൻ്റെ വലിയ പ്രവചനത്തിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനമാണ്. യേശുവിൻ്റെ ജീവിതം, മരണം, ഉയർപ്പ്, പുനരുദ്ധാനം, വിശുദ്ധന്മാരുടെ സിയോൺ നഗരവാസം എന്നിവയാണ്. ഇസ്രായേലിൻ്റെ ആത്മീയ തളർച്ച കണ്ട് മനംനൊന്ത യെശയ്യാവ് തൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ ആവേദന വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ വെളിപ്പാട് പ്രവാചകൻ ഇങ്ങനെ എഴുതി. യെശയ്യാ പ്രവാചകൻ 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. കാള തൻ്റെ ഉടയവനെ, കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാവമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ചു പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. ആധുനിക യുഗത്തില് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ജനം ജീവനുള്ള ദൈവത്തെ വിട്ടുപിരിഞ്ഞ് ലോകത്തിൻ്റെതായ വശീകരണ വലയത്തിൽ പെട്ടുപോകുന്നൊരവസ്ഥയാണ്. ദൈവവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈവൻ കർത്താവ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന കുറേ ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. യേശുവിൻ്റെ ദൈവികത നിഷേധിക്കുന്നവർ പോലും ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ ആ പ്രവചനം അന്ന് മാത്രമല്ല ഇന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ ആ ഒരു പ്രവചനം നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ജനത്തിന്റെ ആത്മീയമായ തകർച്ചയിൽ മനംനൊന്ത യെശയ്യാവ് ഉയരങ്ങളിലേക്ക് നോക്കുന്നു. ആ ദർശനത്തെപ്പറ്റി യെശയ്യാ 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് ഒന്ന് വിലയിരുത്താം, പഠിക്കാം. ഒന്നാമതായിട്ട് യെശയ്യാവ് ഉയരങ്ങളിലേക്ക് നോക്കി. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്, അല്ലേ?
അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യെശയ്യാ 6-ാം അധ്യായം 1-ാം തിരുവചനം, ഊസ്യ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഏത് പ്രതിസന്ധികളിലും വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിനെയാണ് നോക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ വിശ്വാസഗോളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയിൽ മറ്റെങ്ങും ഒരു രക്ഷയില്ല. നോക്കേണ്ടവനെ നോക്കണം. ആരെയാണ് നോക്കേണ്ടത്? യേശു ക്രിസ്തുവിനെ മാത്രമാണ് നോക്കേണ്ടത്. ഏത് പ്രയാസഘട്ടങ്ങളിലും ഏത് വിഷമസന്ധികളിലും നോക്കേണ്ടത് ഉന്നതത്തിലേക്കാണ്, ഉയരങ്ങളിലേക്കാണ്, ക്രിസ്തുവിലേക്കാണ്. അവനാണ് നമ്മുടെ റോൾ മോഡൽ. അപ്രകാരം യെശയ്യാവ് മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് സറാഫുകൾ ആരാധിക്കുന്ന ദൈവത്തെ. 6 ചിറകുള്ള സറാഫുകൾ, 2 കൊണ്ട് മുഖം മൂടുന്നു, 2 കൊണ്ട് കാൽ മൂടുന്നു, 2 കൊണ്ട് പറന്ന് യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിക്കുന്നു. ദൈവസന്നിധിയെ നാം എങ്ങനെ നിൽക്കണമെന്ന് ഈ ദർശനം നമ്മെ പഠിപ്പിക്കുന്നു. സറാഫുകൾ തങ്ങളെ തന്നെ മറച്ച പോലെ നമ്മുടെ പ്രതാപങ്ങളെ മറച്ച് തന്നെത്താൻ ശൂന്യമാക്കി ദൈവത്തിന്റെ അടുക്കൽ താഴ്മയോടെ സമീപിക്കണം. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധി കാണാം. ഈ കാലഘട്ടത്തിൽ ദ ചർച്ച് ഈസ് ഇൻ ദ വേൾഡ് ബട്ട് നെവർ ടേക്ക് ദ വേൾഡ് ഇൻസൈഡ് ദ ചർച്ച്. സഭ ഈ ലോകത്തിലാണ്, ഒരിക്കലും ഈ ലോകത്തെ സഭയുടെ അകത്തേക്ക് കൊണ്ടുവരരുത്. ലോകത്തെ അനുകരിക്കുന്നവരായിരിക്കരുത്. വിശുദ്ധ പൗലോസ് തിമോഥെസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്ത്രീകൾ മാന്യമായി ഡ്രസ്സ് ധരിക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം മാന്യമായി ഡ്രസ്സ് ധരിക്കാത്തവർ സഭയുടെ അകത്തുണ്ടായത് കൊണ്ടാണ് അങ്ങനെ ഒരു പഠിപ്പിക്കൽ വന്നത്. സ്തോത്രം. സഭയിലേക്ക് വരുന്നത് ഒരു എക്സിബിഷനിസ്റ്റ് ആയിട്ട് തീരാനല്ല, പ്രദർശന വസ്തു അല്ല, ആരെയും കാണിക്കാനല്ല സഭയിൽ വരേണ്ടത്. വിളിച്ചു വേർതിരിച്ച ദൈവത്തെ ദർശിക്കാനാണ് സഭയുടെ അകത്ത് വരേണ്ടത്. അത് സറാഫുകൾ എങ്ങനെയാണോ ദൈവസന്നിധിയിൽ ആരാധിച്ചത്, അതേപോലെ മോഡസ്റ്റിയോടെ മാന്യമായ ഡ്രസ്സ് ധരിച്ച് ദൈവത്തെ ആരാധിക്കണം. പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരണ്ട. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ദർശനമുള്ളവൻ മാന്യമായി ഡ്രസ്സ് ധരിച്ചേ സഭയിൽ വരികയുള്ളൂ. 2-മതായിട്ടുള്ള പാഠം, യെശയ്യാവ് തൻ്റെ ഉള്ളത്തിലേക്ക് നോക്കി. ലുക്കിംഗ് ഇൻ ടു വൺ സെൽഫ്. ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുക എന്നുള്ളത് പൊതുവെ മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. മറ്റുള്ളവരുടെ കുറവുകളും ആ കുറവുകൾ പറഞ്ഞു നടക്കാനുമാണ് പലർക്കും ഇഷ്ടം. പക്ഷെ യെശയ്യാവ് തൻ്റെ ഉള്ളിലേക്ക് നോക്കി, ഉയരങ്ങളിലേക്ക് നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധി ബോധ്യപ്പെട്ടാൽ നാം അടുത്തതായി ചെയ്യുന്നത് നമ്മുടെ കുറവുകളിലേക്ക് നോക്കണം. യെശയ്യാ യഹോവയുടെ മഹാപരിശുദ്ധി ദർശിച്ചപ്പോൾ തന്നിലേക്ക് നോക്കി. യെശയ്യാ പറഞ്ഞതെന്താണെന്നറിയാവോ? യെശയ്യാ 6:5 ഉണ്ട്. അപ്പോൾ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ഹല്ലേലൂയ. വ്യക്തിപരമായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് ഇന്ന് ദൈവജനത്തിന് വേണ്ടത്. അതുകൊണ്ട് വിശുദ്ധ പത്രോസ് പറയുന്നത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ. വിശുദ്ധ വർഗമാണെന്നോർത്തോളം അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണെന്ന് മറന്നു പോകരുത്. തന്നിലേക്ക് പ്രവാചകൻ നോക്കിയതുപോലെ നമ്മളും നമ്മളിലേക്ക് നോക്കണം. പ്രവാചകൻ ദൈവത്തിന്റെ വിശുദ്ധി ദർശിച്ചപ്പോൾ തനിക്കും അതുണ്ടോ എന്ന് പരിശോധിച്ചു. അധരങ്ങളിൽ പാപമുണ്ടെന്ന് കണ്ടു. നാം നമ്മുടെ അനുദിന പാപങ്ങൾ കണ്ടെത്തണം. അധരങ്ങൾ ശുദ്ധമാണോ എന്ന് പരിശോധിക്കണം. സ്തോത്രം. വിശുദ്ധിയും വേർപാടും വാഗൊണ്ട് പറയുന്നു, പക്ഷെ പ്രവൃത്തിയിൽ ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ജനം കടന്നു പോകുന്നത്. ബാഹ്യമായ എന്തെങ്കിലും വലിച്ചൂരി കളയുന്നതല്ല, മുറിച്ച് കളയുന്നതുമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ വസ്ത്രമല്ല വലിച്ചു കീറേണ്ടത്, നിന്റെ ഹൃദയമത്രേ. ഹൃദയപരിച്ഛേദനയാണ് ഇന്ന് ദൈവം നോക്കുന്നത്. പുറമേ കാണുമ്പോഴെല്ലാം ബാഹ്യമായ ഭക്തിയുടെ ഭാഗ്യവേഷമുണ്ട്, പക്ഷേ ആന്തരിക ശക്തി കെടുത്തിക്കളയുന്ന ഒരു ആത്മീയ മണ്ഡലമാണ് ഇന്നുള്ളത്. പ്രത്യേകിച്ച് ആരെയും ഇവിടെ എടുത്തു പറയാനില്ല, എല്ലാവരും സെയിമാണ്. 1 യോഹന്നാൻ 1:8 ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്ക് പാപമില്ല എന്നു നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളിൽ ഇല്ലാതെ ആയി. സ്തോത്രം. മനുഷ്യൻ ജനിക്കുന്നത് വചനപ്രകാരം പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ്. സ്തോത്രം. കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് നമ്മളെ എന്നേക്കുമായി ശുദ്ധീകരിച്ച് കഴിഞ്ഞു, നമ്മളെ പൂർണ്ണരാക്കി. ഏക
ബലിയോടുകൂടി, ബലിയർപ്പണത്തോടുകൂടി. എബ്രായ ലേഖനം 10-ാം അധ്യായം പഠിക്കണം. അതിൽ പറയുന്നു, ഏക ബലിയർപ്പണത്തോടുകൂടി ബലിയർപ്പണം നിന്ന് പാപമോചനം ഉള്ളടുത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. അപ്പൊ അവിടെ നമ്മളെ എന്നേക്കുമായി പൂർണ്ണരാക്കി, അശുദ്ധരായ നമ്മളെ വിശുദ്ധരാക്കി. എന്നാൽ ഈ ജഡീയ മനുഷ്യന്റെ കൂടെയുള്ള യാത്ര, നമ്മൾ പാപത്തിൽ വീഴാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് ഇങ്ങനെയാ പറയുന്നത്, പാപം ചെയ്യുന്ന വിശുദ്ധർ എന്ന് ഇൻവെർട്ടഡ് കോമയിൽ വേണേ നമുക്ക് നമ്മൾ തന്നെ വിളിക്കാം. അതുകൊണ്ട് നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം അവനിൽ ഇല്ല. ഞാനീ പറഞ്ഞ പ്രകാരം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് പാപമില്ല, നരകമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. പിശാചില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. വചനം വളരെ വ്യക്തമാണ്. 1 യോഹന്നാൻ 1:8 ഒന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. യെശയ്യാവ് ഉയരത്തിലേക്ക് നോക്കി, അതിനുശേഷം യെശയ്യാ തന്നിലേക്ക് നോക്കി. പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ സ്വർഗത്തിലെ അഗ്നിയുടെ സ്പർശനം കിട്ടി. സറാഫുകളിൽ ഒരുത്തൻ തീക്കനലെടുത്ത് യാഗപീഠത്തിലെ കൊടിൽ കൊണ്ട് യെശയ്യാവിന്റെ അധരങ്ങളെ തൊട്ടു. ക്ഷണത്തിൽ അകൃത്യങ്ങൾ നീങ്ങിപ്പോയി. ശുദ്ധിയുള്ളവനായി. ദ ടച്ച് ഓഫ് ദ ഡിവൈൻ മാസ്റ്റർ ആണ് ഇന്ന് നമുക്ക് ആവശ്യം. സ്വർഗത്തിന്റെ ആ ഒരു സ്പർശനമാണ് ഇന്ന് നമുക്ക് ആവശ്യം. ആർത്തിയുള്ളവന് തൃപ്തി വരുത്തും. തെറ്റിപ്പോയ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും മഞ്ഞുവലി വെളുപ്പിക്കുന്ന ഒരു അലക്കുകാരൻ നമുക്കുണ്ട്. സ്തോത്രം. ശുദ്ധിയുള്ളവരായി. കർത്താവ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമോ നമ്മുടെ വിശുദ്ധി അത്രേ, നമ്മുടെ ശുദ്ധീകരണം അത്രേ. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, യെശയ്യാവ് പുറമേയുള്ള കാഴ്ച കണ്ടു. യെശയ്യാവ് പുറമേയുള്ള കാഴ്ച കണ്ടു. യെശയ്യാ പ്രവാചക പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടിട്ട്, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കുറിവാക്യമാണ്. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക എന്നുള്ളൊരു വിശുദ്ധ വിളിയാണ് ക്രിസ്ത്യാനി എനിക്കും നിനക്കും ഉള്ളത്. സ്തോത്രം. ഓരോ ക്രിസ്ത്യാനിയും യേശുവിനെ പ്രഘോഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു പ്രത്യേക വർഗത്തിന് വേണ്ടിയുള്ളതല്ല ഇത്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ആര് സ്വീകരിക്കുന്നോ അവന്റെ ദൗത്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ് ഓഫ് ദ ലോർഡ്. യേശു പറയുന്നത് പറയുക, പഠിപ്പിക്കുന്നത് അനുസരിച്ച് ജീവിക്കുക. ഉയരത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ പരിശുദ്ധിയും തന്റെ ഉള്ളിലേക്ക് നോക്കി തന്റെ അശുദ്ധിയും തിരിച്ചറിഞ്ഞു. പാപമേറ്റു പറഞ്ഞു. പാവശുദ്ധി നേടിയ പ്രവാചകൻ പിന്നീട് ചുറ്റിലേക്ക് നോക്കുന്നു. ആർ എനിക്ക് വേണ്ടി പോകുമെന്ന ദൈവശബ്ദം കേൾക്കുന്നു. ഉയരങ്ങളിൽ നോക്കാതെ പാപത്തിൽ വസിക്കുന്ന അനേകർക്ക് വെളിച്ചം പകരാൻ, തന്റെ അനുഭവങ്ങൾ പകർന്നു നൽകുവാൻ അടിയൻ പോകുമെന്ന് യെശയ്യാവ് വാക്കു പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന് വിശ്വസിച്ച് അയക്കുവാൻ വിശ്വസ്തർ വളരെ കുറവാണ്. കൂടുതലും അവിശ്വസ്തരാണുള്ളത്. വിശ്വസ്തരുടെ കർത്താവിന്റെ വേല പരമേൽപ്പിക്കാനായിട്ട് കർത്താവ് ഇന്നും ആൾക്കാരെ തിരയാണ്. കർത്താവിന് വേണ്ടത് പ്രശസ്തരെ അല്ല, കർത്താവിന് വേണ്ടത് വിശ്വസ്തരെയാണ്. ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കൽപ്പനയാണെന്നുള്ള ബോധത്തോടു കൂടി അത് ചെയ്യണം. ദൈവം നമ്മെ ഈ ഭൂമിയിൽ വീഴാതെ നിർത്തുന്നതിന്റെ പിന്നിൽ വലിയ പദ്ധതിയുണ്ട്. എത്രയോ പേർ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടു. മരണം വാതിക്കൽ നിൽപ്പുണ്ട്. യേശുവും വാതിക്കലുണ്ട്. കാൽവരി ക്രൂശ് ചോദിക്കുന്നു, മകനെ, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു. നീ കാൽവരിയിലേക്ക് നോക്കിയോ? ഉയരത്തിലുള്ള യേശുവിനെ കണ്ടുവോ? അവന്റെ പ്രതാപവും പരിശുദ്ധിയും ബോധ്യപ്പെട്ടുവോ? എങ്കിൽ ഉള്ളത്തെ പരിശോധിച്ചുവോ? അധരം എങ്ങനെയാണ്? നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എങ്ങനെയാണ്? ദൈവം ശോധന ചെയ്താൽ നേരായി കാണുമോ? നമ്മുടെ ചെറിയ തെറ്റുകൾ പോലും യെശയ്യാവ് പറഞ്ഞ പോലെ നമുക്കും ഏറ്റുപറയാം. സ്വർഗത്തിലെ അഗ്നിയാൽ പാപത്തെ ചാരമാക്കാം. യേശുവിന് വേണ്ടി നിലകൊള്ളുമെന്ന് വാക്കു പറയാം. ആത്മീയമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കു വേണ്ടി ദൈവസന്നിധിയെ മുട്ടിന്മേൽ നിന്ന് കണ്ണീരൊഴുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധിയെ എന്നും പ്രകീർത്തിച്ച് പ്രത്യാശയോടെ ജീവിക്കാം. ഈ ചിന്തകളാൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിശുദ്ധ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം. കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. കൂട്ടായ്മയായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ സുവിശേഷ ദൗത്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് നിന്റെ വേലക്കായി അനേകരെ അയക്കണമേ. ശ്രേഷ്ഠമായ വേലയാണല്ലോ സുവിശേഷ വേല. സുവിശേഷം പ്രഘോഷിക്കുന്ന പാദം എത്ര മനോഹരമെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നന്മകൾ നിന്റെ രാജ്യത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഞങ്ങളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കും.
ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട് ദൈവമേ, അവിടുത്തെ കരം അവരുടെ മേൽ വെച്ച് ആ ബന്ധനത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണം. ഭയമുള്ളവരുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ഭയം വിട്ടുമാറട്ടെ. നാളെക്കുറിച്ച് ആകുലതയുണ്ട്, എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ആകുലത വിട്ടുമാറട്ടെ. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ആ മണ്ഡലം സൗഖ്യമാകട്ടെ. ഭവനം പണിയുന്നവരുണ്ട് കർത്താവ്, അത് പൂർത്തീകരിക്കുവാനുള്ള നന്മയുടെ വാതിലുകൾ മക്കൾക്കായി തുറന്നതിനായി സ്തോത്രം. ഭവനം പണി തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ വിഷമിക്കുന്നവരുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനം അഴിഞ്ഞു മാറട്ടെ. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ജോലി ഉണ്ടായിട്ട് ശമ്പളം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ മക്കളുടെ നന്മ തുറന്നു വരട്ടെ. സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, മക്കളെല്ലാവരും നിങ്കിലേക്ക് നോക്കി പ്രകാശിതരായി സന്തോഷത്തോടെ സമാധാനത്തോടെ കൊടുത്തിരിക്കുന്ന ജീവിതം കംപ്ലീറ്റ് ചെയ്യുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കും. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു അനുഗ്രഹമായും ഞങ്ങളുടെ അനേകർ അനുഗ്രഹം പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കും. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി അപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആകാശത്തെ പെരിഞ്ഞാറയും കൊക്കും മീമൽപക്ഷിയും അവർ തൻ്റെ കാലമറിയും, എൻ ജനമറിയുന്നില്ല. ആകാശത്തെ പെരിഞ്ഞാറയും പക്ഷിയും അവർ തൻ്റെ കാലമറിയും, എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു, അവരെന്നോട് മത്സരിക്കുന്നു, അവരെന്നോട് മത്സരിക്കുന്നു.